ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചായയുടെ റെസിപ്പിയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ചായ എന്ന് തന്നെ പറയാം. ഈ ചായ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ചായയുടെ പേരാണ് ഇറാനി ദം ചായ. ഇതിനായിട്ട് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര, ഒരു 4 ടീസ്പൂൺ തേയിലപ്പൊടി, 2 കപ്പ് വെള്ളം എന്നിവയൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പുള്ള പാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ച 4 ടീസ്പൂൺ പഞ്ചസാരയും 4 ടീസ്പൂൺ തേയിലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പേര് പോലെ തന്നെ ഈ ചായ നമ്മൾ ദമ്മ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മ് ചെയ്തെടുക്കുന്ന പോലെ ഈ ചായ കുറഞ്ഞതൊരു 40 മിനിറ്റ് നമ്മൾ ദമ്മ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മൈദ കുഴച്ചെടുത്തിട്ടുണ്ട് ദമ്മ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ മാവ് പാത്രത്തിൻ്റെ വക്കിൽ ചുറ്റും വെച്ച് കൊടുക്കണം. അപ്പോൾ ഒട്ടും ആവി പുറത്ത് പോകാത്ത തരത്തിൽ പാത്രത്തിൽ വെച്ച് കൊടുക്കുക. പാത്രത്തിന് ചുറ്റും മുഴുവനായിട്ട് മാവ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അടപ്പ് വെച്ച് ഇതൊന്ന് മൂടിക്കൊടുക്കാം. അപ്പോൾ വീണ്ടും ആവി പോകാതെ ഒരു കാര്യം കൂടെ ചെയ്തു കൊടുക്കണം. ഇതിന് മുകളിലായിട്ട് നല്ല കട്ടിയുള്ള അല്ലെ നല്ല വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് കൊടുക്കണം. ഞാനിവിടെ ആവി പുറത്തു പോകാതെ ഇതിന് മുകളിൽ ചെറിയൊരു കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ചായപ്പൊടി ഇട്ട വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു 2 കപ്പ് പാലാണ് എടുക്കുന്നത്. ആ പാല് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഈ പാലിലേക്ക് ഒരു 5 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുറച്ചിട്ട് ഗ്യാസ് കുറച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. പാല് നല്ലൊരു ക്രീമി ആയിട്ട് വരണം. നമ്മൾ തേയിലയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ പാലിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. പാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം അത് അടി പിടിക്കാതെ കിട്ടണം. ഞാൻ ഇവിടെ 2 കപ്പ് നല്ല കട്ടിയുള്ള പാലാണ് എടുത്തേക്കുന്നത്. പാലിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. എങ്കിൽ മാത്രമേ നല്ല ചായ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ സമയം ഇവിടെ 40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായയുടെ ദമ്മൊന്ന് പൊട്ടിക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത 2 കപ്പ് വെള്ളം തിളച്ച് വറ്റി ഒരു കപ്പ് വെള്ളത്തോളം ആയി വന്നിട്ടുണ്ട്. ഈ വെള്ളമാണ് നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ചായ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ 1/4 ഭാഗത്തോളം നമ്മൾ തിളപ്പിച്ച് വെച്ച ചായപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന പാല് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇറാനി ദം ചായ അല്ലെ ഹൈദരാബാദി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചായ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കൂടുതൽ സമയം ആവശ്യമാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചായ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരിക്കലെങ്കിലും ഈ ചായ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.